Hello all. ഇന്ന് മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിലെ MTS 1 C01 കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ദിസ് ഇസ് അവർ ടെലിഗ്രാം ചാനൽ. ഇതിൽ ഡീറ്റെയിൽഡ് സിലബസ് അവൈലബിൾ ആണ്. സോ ദിസ് ഇസ് അവർ സിലബസ്. ഇതിൽ 4 മൊഡ്യൂൾസ് വരുന്നുണ്ട്. സോ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സിന്റെ PDF വരുന്നുണ്ട്, ഇൻഡിവിജ്വൽ മൊഡ്യൂൾസിന്റെ. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ക്ലാസ്സസും. സോ ഈ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് DM ചെയ്താൽ മതി. ഓക്കെ, സോ we can start the classes. സോ നമുക്ക് മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അതായത് വെലോസിറ്റി നമ്മൾ പ്ലസ് ടുവിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. അതായത് നെക്സ്റ്റ് അതായത് വെലോസിറ്റി തന്നെ ബട്ട് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എന്ത് വെലോസിറ്റി വരും, ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ, ഹിയർ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി at x naught delta y by delta x equal to f of x naught plus delta x minus f of x naught divided by delta x. ഇതാണ് അതിന്റെ ഫോർമുല വരുന്നത്. സോ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു സ്ട്രക്ചർ ആദ്യം നോക്കാം. സോ ദിസ് ഇസ് സോ ഇതിലൊരു എക്സ് ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ വൈ ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കർവ് ഉണ്ട്. ആ കർവിൽ 2 പോയിന്റ്സ് ഉണ്ട്. ദിസ് ഇസ് പോയിന്റ് 1 ആൻഡ് ദിസ് ഇസ് പോയിന്റ് 2. ഓക്കെ, പോയിന്റ് 1 കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂ എക്സ് ആക്സിസിലുണ്ട്. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിസിലുണ്ട്. ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് കൊടുക്കാനുള്ള കാരണം y is a function of x. അതായത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, y equal to 7x plus 5 അതല്ലെങ്കിൽ y equal to 5x plus 3 അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സോ ദിസ് ഫസ്റ്റ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എക്സ് നോട്ട് ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് വരും. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് ഇതാണ്. സോ സെക്കൻഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. ഓക്കെ, ഇത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഫസ്റ്റ് പോയിന്റ് മുതൽ സെക്കൻഡ് പോയിന്റിലേക്ക് വരെയുള്ള എക്സിന്റെ ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. അതായത് ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ എക്സ് ആൻഡ് ഇതിന്റെ ഡിസ്റ്റൻസ് എക്സ് നോട്ട് എന്ന് വരും. സോ എങ്ങനെ വരും, സെക്കൻഡ് പോയിന്റ് എക്സ് കോർഡിനേറ്റ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. അതുപോലെ തന്നെ അതിന്റെ വൈ കോർഡിനേറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. സിമ്പിൾ മാത്തമാറ്റിക്സ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാം. സോ ഹിയർ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അതായത് y is a function of x എന്ന് വരും, and delta x equal to x minus x naught എന്ന് വരും. Here x is the second point and x naught is the first point, and delta x is the difference between that 2 points. Okay, next instantaneous velocity equation ആണ്, that is delta y by delta x equal to f of x naught plus delta x minus f of x naught divided by delta x എന്ന് വരും. So this is an important equation, എന്തായാലും പഠിക്കണം. നെക്സ്റ്റ് വൺ ഇസ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി സെയിം ഇക്വേഷൻ ആണ്, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. ഇനി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അത് ക്ലിയർ ആകും. ഓക്കെ, സോ പ്രോബ്ലം, ദ ഫസ്റ്റ് പ്രോബ്ലം, ദിസ് ഇസ് അവർ ക്വസ്റ്റ്യൻ. എ ബസ് ട്രാവൽസ് ടു x square meter in x seconds. Find delta x, delta y and average velocity during the time interval delta x for x not equal to 3 and x equal to 4. So നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആദ്യം എഴുതാം. ഹിയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x square
അതുപോലെ തന്നെ എക്സ് നോട്ടിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് ഫസ്റ്റ് ഡെൽറ്റ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, നെക്സ്റ്റ് ഡെൽറ്റ വൈ, ദെൻ ആവറേജ് വെലോസിറ്റി. ഓക്കെ, ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ എക്സ് ആണ്, ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് നോട്ട്. സിമ്പിൾ മാത്തമാറ്റിക്സ്. എക്സിന്റെ വാല്യൂ 4, എക്സ് നോട്ടിന്റെ വാല്യൂ 3, 4 മൈനസ് 3 1, ഡെൽറ്റ എക്സ് ഷുഡ് ബി ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, ഡെൽറ്റ എക്സ് കിട്ടി. നെക്സ്റ്റ് ഡെൽറ്റ വൈ ആണ്. delta y ന്റെ വാല്യൂ that is f of x naught plus delta x minus f of x naught, that is delta y ന്റെ വാല്യൂ. Okay, so this is our delta y ന്റെ വാല്യൂ and delta y should be equal to, ഇതിൽ x naught ന്റെ വാല്യൂ 3 ആണ്, delta x ന്റെ വാല്യൂ 1 ആണ്, രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. സോ f of 3 plus 1 എന്ന് വരും, മൈനസ് f of x naught ന്റെ സ്ഥാനത്ത് f of 3 എന്ന് വരും, that is f of 4 minus f of 3 എന്ന് വരും. f of 4 f of 3 രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് f of x equal to 2x square എന്ന് പറയുന്ന ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ഇതിൽ x ന്റെ സ്ഥാനത്ത് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ f of 4 നമുക്ക് കിട്ടും, അതുപോലെ തന്നെ x ന്റെ സ്ഥാനത്ത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ f of 3 കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് കാൽക്കുലേഷൻ ആണ്. 2 into 4 square minus 2 into 3 square, that is 32 minus 18 14 എന്ന് വരും. delta y equal to 14. ഓക്കെ, എത്ര ഉള്ളൂ? So average velocity find out ചെയ്യാം. Average velocity is nothing but delta y by delta x, that is 14 divided by 1, that is 14 എന്ന് വരും. delta y 14 കിട്ടി, delta x 1 കിട്ടി, ഡിവൈഡ് ചെയ്യുക 14 എന്ന് വരും. So final average velocity equal to 14. So next question, ഇതൊക്കെ simple questions ആണ്. Next question നോക്കാം. That is a bus travels 2x square meter in x seconds. Find delta x, delta y and average velocity during the time interval delta x for x not equal to 3 and x equal to 3.1. x ന്റെ വാല്യൂ 3.1 തന്നിട്ടുണ്ട്, x നോട്ടിന്റെ വാല്യൂ 3 തന്നിട്ടുണ്ട്, f of x ന്റെ വാല്യൂ 2x square തന്നിട്ടുണ്ട്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ സെയിം പാറ്റേൺ തന്നെയാണ്. സോ ഫസ്റ്റ് ഡെൽറ്റ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഡെൽറ്റ എക്സ് ഈസ് നത്തിങ് ബട്ട് എക്സ് മൈനസ് എക്സ് നോട്ട്, ഓർ ചേഞ്ച് ഇൻ എക്സ് ആണ് ഡെൽറ്റ എക്സ്. സോ സിമ്പിൾ മാത്തമാറ്റിക്സ്, 3.1 മൈനസ് 3, ഇവിടെ മൈനസ് ആണ്. ഓക്കെ, നോട്ട് ഈക്വൽസ് 3.1 മൈനസ് 3, ദാറ്റ് ഈസ് 0.1 എന്ന് വരും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഡെൽറ്റ വൈ. ഡെൽറ്റ വൈ ഇസ് നത്തിങ് ബട്ട് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. ഓക്കെ, സോ എക്സ് നോട്ടിന്റെ വാല്യൂ 3 വരും, ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0.1 എന്ന് വരും. സോ ഡെൽറ്റ വൈ ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് 3.1 മൈനസ് എഫ് ഓഫ് 3 എന്ന് വരും. സിമ്പിൾ മാത്സ് ആണ്. ഇതിൽ നിന്ന് എഫ് ഓഫ് 3.1 ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതുപോലെ തന്നെ എഫ് ഓഫ് 3 ഫൈൻഡ് ഔട്ട് ചെയ്യണം. വി ഹാവ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x സ്ക്വയർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അതിൽ എക്സിന്റെ സ്ഥാനത്ത് ആദ്യം 3.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ രണ്ടിന്റെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഫൈനൽ ആൻസർ ഇസ് 2 into 3.1 the whole square minus 2 into 3 square എന്ന് വരും. 19.22 minus 18, that is 1.22. സോ ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0.1 എന്ന് കിട്ടി, ഡെൽറ്റ വൈന്റെ വാല്യൂ 1.22 എന്ന് കിട്ടി. സോ ആവറേജ് വെലോസിറ്റി is nothing but delta y by delta x, that is 1.22 divided by 0.1, that is 12.2. So the final answer is 12.2. Okay. Next question होगा. Okay. The bus has gone f of x equal to 2x square at time x in seconds. Calculate the instantaneous velocity at x not equal to 3. ഇവിടെ x ന്റെ വാല്യൂ തന്നിട്ടില്ല, x നോട്ടിന്റെ വാല്യൂ 3 എന്ന് തന്നിട്ടുണ്ട്, f of x ന്റെ വാല്യൂ 2x square തന്നിട്ടുണ്ട്. Okay, we have to find the instantaneous velocity. So the equation should be equal to delta y by delta x equal to f of x naught plus delta x minus f of x naught divided by delta x എന്ന് വരും. So x naught ന്റെ വാല്യൂ 3 ആണ്. സോ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡെൽറ്റ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, ഡെൽറ്റ എക്സ് അതുപോലെ തന്നെ എഴുതാം, കാരണം എക്സിന്റെ വാല്യൂ അൺനോൺ ആണ്. സോ
f of 3 plus delta x minus f of 3 divided by delta x എന്ന് വരും instantaneous velocity equation. That is f of x equal to 2x square ആണ്. ഇതിൽ f of 3 plus delta x should be equal to 2 into 3 plus delta x the whole square minus 2 into 3 square എന്ന് വരും. അതായത് രണ്ടിലും എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം, ഫസ്റ്റത്തിൽ 3 പ്ലസ് ഡെൽറ്റ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, സെക്കൻഡിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഇൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ്. സോ സിമ്പിൾ എക്സ്പാൻഷൻ 3 plus delta x the whole square equal to 9 plus 2 into 3 that is 6 delta x plus delta x the whole square എന്ന് വരും. അതായത് ഒന്നുമില്ല, ആദ്യം എ സ്ക്വയർ 3ന്റെ സ്ക്വയർ വരും, പ്ലസ് 2 into 3 into delta x that is 6 delta x വരും, പിന്നെ delta x whole square വരും. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, 2 ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. സിമ്പിൾ മാത്സ് ആണ്. സോ ദാറ്റ് ഈസ് 18 plus 12 delta x plus 2 delta x the whole square minus 18 എന്ന് വരും, ഡിവൈഡ് ബൈ delta x എന്ന് വരും. ഇതിൽ പോസിറ്റീവ് 18ഉം നെഗറ്റീവ് 18ഉം cancelled each other, remaining 12 delta x plus 2 delta x the whole square divided by delta x എന്ന് വരും. ഇതിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും delta x കട്ട് ചെയ്ത് പോകും. സോ ഈ ഡിനോമിനേറ്ററിലെ ഈ ഡെൽറ്റ എക്സും ന്യൂമറേറ്ററിലെ ഇതിലൊരു ഡെൽറ്റ എക്സും ഇതിലൊരു ഡെൽറ്റ എക്സും കട്ട് ചെയ്ത് പോകും. സിമ്പിൾ മാത്സ് ആണ്, ഇതൊന്നുമില്ല. അതായത് ഇതിൽ നിന്ന് ഡെൽറ്റ എക്സ് രണ്ടിലും, അതായത് ഇതിൽ ഡെൽറ്റ എക്സ് ഉണ്ട്, ഇതിൽ ഡെൽറ്റ എക്സ് സ്ക്വയർ ഉണ്ട്, രണ്ടിൽ നിന്നും ഒരു ഡെൽറ്റ എക്സ് ഔട്ട്സൈഡ് എടുത്തെടുത്താൽ ഈ ഡിനോമിനേറ്ററും ഈ ഔട്ട്സൈഡ് എടുത്ത ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി 12 plus 2 ഡെൽറ്റ എക്സ് റിമൈനിങ് വരും. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഡെൽറ്റ എക്സ് ടെൻഡ്സ് ടു 0 വരും. അതായത് ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0യിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് 12 എന്ന് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the position of a bus at a time x is y equal to 3x square plus 8x for x greater than or equal to 0. So here f of x equal to 3x square plus 8x function available ആണ്. Okay, a question, find instantaneous velocity at an arbitrary positive time x naught. x naught എന്ന് പറയുന്ന ഒരു arbitrary ടൈമിലുള്ള instantaneous velocity find out ചെയ്യണം. Next, at what time is the velocity 11 meter per second? Velocity 11 meter per second ആകുമ്പോൾ x നോട്ടിന്റെ വാല്യൂ അഥവാ ടൈം എത്രയാകും അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. So first we have to find out instantaneous velocity. f of x 3x square plus delta x 3x square plus 8x ആണ്. So instantaneous velocity equation നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ f of x naught plus delta x minus f of x naught divided by delta x എന്ന് വരും. ഇതിൽ f of x ന്റെ വാല്യൂ 3x square plus 8x ആണ്. ഇതിൽ ഫസ്റ്റ് x naught plus delta x ന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ f of x naught plus delta x ന്റെ വാല്യൂ 3 into x naught, അതായത് ഇതിൽ 3x square plus 8x അല്ലേ, ഇതിലുള്ള x ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം, x naught plus delta x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ആദ്യം എഴുതുക. നെക്സ്റ്റ് f of x naught കാണണമെങ്കിൽ ഇതിൽ x ന്റെ സ്ഥാനത്ത് x naught സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ ആൻസർ ഇസ് 3 into x naught plus delta x the whole square plus x naught plus 8 into x naught plus delta x എന്ന് വരും. ഓക്കെ, that is f of x naught plus delta x ന്റെ വാല്യൂ ആണ് എഴുതിയത്. നെക്സ്റ്റ് f of x naught ന്റെ വാല്യൂ, f of x naught is nothing but 3 into x naught square plus 8 into x naught എന്ന് വരും, ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. എന്നിട്ട് ഇത് സിമ്പിൾ മാത്സ് ആണ്, അതായത് രണ്ടും എക്സ്പാൻഡ് ചെയ്യാം, കോമൺ ഉള്ളത് കട്ട് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഇവിടെ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ്. ഇതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്താൽ ദാറ്റ് ഈസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. പ്ലസ് ഈ 8 ഇതിന്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 8 ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് 8 ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് വരും, മൈനസ് 3x നോട്ട് സ്ക്വയർ പ്ലസ് 8x നോട്ട് എന്ന് വരും ഇവിടെ.
നെക്സ്റ്റ് ഈ 3 ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് കാൽക്കുലേഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യാം, ഇത്രേ ഉള്ളൂ. സോ ഫൈനൽ ആൻസർ ഈസ് 3 into x naught square plus 3 into 2, that is 6x naught into delta x plus 3 delta x the whole square plus 8x naught plus 8 delta x minus 3x naught square minus 8x naught എന്ന് വരും. സോ ഈ മൈനസ് ഇത് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. സോ 3x naught സ്ക്വയറിനും നെഗറ്റീവ് വരും, 8x naughറ്റിനും നെഗറ്റീവ് വരും. ഓക്കെ, സിമ്പിൾ മാത്സ് ആണ്. നെക്സ്റ്റ് 3x naught സ്ക്വയർ ഇവിടെ മൈനസ് 3x naught സ്ക്വയർ ഇവിടെ കട്ടാവും, പ്ലസ് 8x naught ഇവിടെ മൈനസ് 8x naught ഇവിടെ കട്ടാവും. ഓക്കെ, റിമൈനിങ് പോർഷൻസ് ഇതുണ്ടാകും, അതുപോലെ തന്നെ ഈ വാല്യൂ ഉണ്ടാവും, ഈ വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ ഡെൽറ്റ എക്സ് ഉണ്ടാവും. ഓക്കെ, ഇതെടുത്ത് എഴുതാം. സോ ഫൈനൽ ആൻസർ ഈസ് 6 into x naught into delta x plus 3 delta x the whole 3 delta x square plus 8 delta x എന്ന് വരും ന്യൂമറേറ്ററിന്റെ വാല്യൂ. ഡിനോമിനേറ്ററിൽ ഓൺലി ഡെൽറ്റ എക്സ്. സോ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഡെൽറ്റ എക്സ് കട്ട് ചെയ്ത് പോകും. സോ ഈ ഡെൽറ്റ എക്സ് കട്ടാവും, ഇതിൽ നിന്ന് ഈ ഒരു ഡെൽറ്റ എക്സും ഇതിൽ സ്ക്വയർ ആണ്, സോ സ്ക്വയർ വാല്യൂ ഇതിൽ ഈ ഒരു ഡെൽറ്റ എക്സും കട്ട് ചെയ്ത് പോകും. സോ ദ റിമൈനിങ് വാല്യൂ ഈസ് 6x naught plus 3 delta x plus 8 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസറിൽ നിന്ന് ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0യിലേക്ക് പോകും ടെങ്സ് ടു ചെയ്താൽ. സോ ഈ വാല്യൂ പോകും, നമുക്ക് എന്ത് കിട്ടും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 6x naught plus 8 എന്ന് വരും. ഇവിടെ നേരത്തെ ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇവിടെ വെറും ഇക്വേഷൻ അല്ല, ഹിയർ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണ്. അത് നമുക്ക് ഇനി നെക്സ്റ്റ് ലിമിറ്റിന്റെ പോർഷൻ ഒക്കെ പറയുമ്പോൾ പറയാം. ഓക്കെ, അതായത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ കേസിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസറിൽ ഡെൽറ്റ എക്സ് വരികയാണെങ്കിൽ ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടുക, എന്നിട്ട് വാല്യൂ എഴുതാം. ദാറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈക്വൽ ടു 6x naught plus 8 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ ഇസ് നത്തിങ് ബട്ട് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ വാല്യൂ 11 വരുമ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് നോട്ട്? ഓക്കെ, സോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ലഭിച്ചു. അതിനെ 11 നോട്ട് ഇക്വേറ്റ് ചെയ്ത് എക്സ് നോട്ടിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈക്വൽ ടു 6x naught plus 8 ഈക്വൽ ടു 11 എന്ന് വരും. സോ സിമ്പിൾ മാത്സ് ആണ്. 8നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുക. സോ 6x naught, അതായത് ഇത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതായത് +8 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ -8 ആവും. ഇവിടെ -8 ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ +8 ആവും. അതുപോലെ തന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇക്വേഷന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡ് ആവും. അതുപോലെ തന്നെ ഡിവിഷൻ ആണെങ്കിൽ ഇക്വേഷന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഓക്കെ, ഡയറക്റ്റ് ഓപ്പോസിറ്റ്. സോ 6x naught ഈക്വൽ ടു 11 -8 എന്ന് വരും, ദാറ്റ് ഈസ് 3 ആൻസർ വരും. സോ x naught ഈക്വൽ ടു 3/6, ദാറ്റ് ഈസ് 1/2, ദാറ്റ് ഈസ് 0.5 എന്ന് വരും. ഫൈനൽ ടൈം പീരീഡ് 0.5 സെക്കൻഡ്സ് എന്ന് വരും. ഓക്കെ, വെലോസിറ്റി 11 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ ടൈം പീരീഡ് 0.5 സെക്കൻഡ്സ് എന്ന് വരും. അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ലൈൻ. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ലൈൻ ആണ് നെക്സ്റ്റ് വരുന്നത്. സ്ലോപ്പ് നമ്മൾ +2 ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. സ്ലോപ്പ് ഇസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ y ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ x. അതല്ല എങ്കിൽ സ്ലോപ്പിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് y2 minus y1 ഡിവൈഡ് ബൈ x2 minus x1 എന്ന് വരും. ചേഞ്ച് ഇൻ y വാല്യൂ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x വാല്യൂ, ദാറ്റ് ഈസ് സ്ലോപ്പ് എന്ന് വരും. നെക്സ്റ്റ് സ്ലോപ്പിനെ m എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ കൊണ്ടാണ് അടയാളപ്പെടുത്തുക. സോ സ്ലോപ്പ് m ഓഫ് ലൈൻ ടാൻജന്റ് ടു ഇറ്റ്സ് ഗ്രാഫ് at x0, y0 is calculated as.
സോ ദിസ് ഇസ് ഓൾസോ സ്ലോപ്പിന്റെ ഇക്വേഷൻ. അതായത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെയും അതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റി അതുപോലെ തന്നെ സ്ലോപ്പ് എല്ലാം ഇക്വേഷനും ഏകദേശം സെയിം ആണ്. ആൻസർ ഈസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. സോ ഈ ഒരു വാല്യൂ ഈ ഒരു ഗ്രാഫ് നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇതിൽ സ്ലോപ്പ് കാണണമെങ്കിൽ ഇതിന്റെ y വാല്യൂന്റെ ഡിഫറൻസ് മൈനസ് എക്സ് വാല്യൂന്റെ ഡിഫറൻസ്. ഓക്കെ, അത്രേ ഉള്ളൂ. സോ സ്ലോപ്പ് നെക്സ്റ്റ് ഒരു സ്ലോപ്പിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഈ മൂന്നെണ്ണത്തിനും സെയിം ഇക്വേഷൻ ആണ്. അതായത് ആവറേജ് വെലോസിറ്റി, സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ലൈൻ, അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, മൂന്നും സെയിം ഇക്വേഷൻ ആണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ കേസ് മാത്രം ഡെൽറ്റ എക്സ് ടെൻഡ്സ് ടു 0 ആകും. ഓക്കെ, next there is a question. Calculate the slope of tangent line to the graph f of x equal to x square plus 1 at x naught equal to minus 1. Indicate your result on a sketch. Okay, so slope find out ചെയ്യാം. ഇവിടെ x നോട്ടിന്റെ വാല്യൂ -1 ആണ്, f of x ന്റെ വാല്യൂ x square plus 1 ആണ്. So f of slope equal to delta y by delta x equal to f of x naught plus delta x minus f of x naught divided by delta x എന്ന് വരും. ഇതിൽ f of x naught plus delta x equal to f of x naught ന്റെ വാല്യൂ -1 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. f of -1 plus delta x minus f of -1 divided by delta x എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് f of -1 plus delta x ഫൈൻഡ് ഔട്ട് ചെയ്യണം. f of -1 plus delta x ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ f of x ന്റെ വാല്യൂ ഉണ്ട്. അതിൽ x ന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? -1 plus delta x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1 plus delta x the whole square plus 1 എന്ന് വരും. ഓക്കെ, സിമ്പിൾ മാത്സ് ആണ്. മൈനസ് f of -1 ഫൈൻഡ് ഔട്ട് ചെയ്യണം. f of -1 is equal to -1 the whole square plus 1 എന്ന് വരും. -1 the whole square plus 1 എന്ന് വരും. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ഓക്കെ, സോ ദ ഫൈനൽ ആൻസർ ഈസ്, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ -1 സ്ക്വയർ ചെയ്യുമ്പോൾ 1 എന്ന് വരും. ആൻഡ് 2 into -1 into delta x should be equal to -2 delta x എന്ന് വരും. പ്ലസ് delta x the whole square എന്ന് വരും. അതായത് this is a plus b the whole square, a square plus 2ab plus b square എക്സ്പാൻഷൻ ആണ് വരിക. മൈനസ് ഇതിന്റെ വാല്യൂ -1 സ്ക്വയർ 1 വരും, പ്ലസ് 1 that is 2 എന്ന് വരും. ദാറ്റ് ഈസ് ഇതിന്റെ മൊത്തം ആൻസർ -2 എന്ന് വരും, ഈ ഒരു വാല്യൂന്റെ ആൻസർ. സോ ദിസ് ഇസ് -2 ഇവിടെ വരും, ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ഓക്കെ, ഇതില് this is a positive 1, this is a positive 1, ടോട്ടൽ 2 എന്ന് വരും, -2 എന്ന് വരും. 2 -2 ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് ആയിട്ട് -2 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് മാത്രം ഉണ്ടാവുക. ഇതിൽ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും ഡെൽറ്റ എക്സ് കട്ട് ചെയ്ത് പോകും. സോ ദിസ് ഡെൽറ്റ എക്സ് ആൻഡ് ഇവിടെ സ്ക്വയറിന്റെ ഒരു ഡെൽറ്റ എക്സും ഇവിടുന്ന് ഒരു ഡെൽറ്റ എക്സും കട്ട് ചെയ്ത് പോകും. റിമൈനിങ് ഈസ് -2 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. സോ നെക്സ്റ്റ് വൺ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ലൈൻ ആണ്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ലൈൻ കാണണമെങ്കിൽ ആദ്യം ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ കിട്ടിയ വാല്യൂ -2 പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. അതിൽ ഡെൽറ്റ എക്സിന് 0 കൊടുത്താൽ, ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ റിമൈനിങ് ആൻസർ ഈസ് സ്ലോപ്പ്. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ലൈൻ ഷുഡ് ബി ഈക്വൽ ടു -2 എന്ന് വരും. ഓക്കെ, സ്ലോപ്പിന്റെ കേസിലും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ കേസിലും ഫൈനൽ ഔട്ട്കമിൽ ഡെൽറ്റ എക്സ് ഫൈനൽ ആൻസറിൽ ഡെൽറ്റ എക്സ് വരികയാണ് എങ്കിൽ ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് we can represent it in a graph. So this is our graph. x square plus 1 ഗ്രാഫ് ആണ്. x square plus 1 ഗ്രാഫ് വരുമ്പോൾ ഇതാണ് x സ്ക്വയറിന്റെ ഗ്രാഫ്, that is parabola.
എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു വൺ വാല്യൂ വൈ ആക്സിൽ അപ്വേർഡ് പോകും. ഇനി എക്സ് സ്ക്വയർ മൈനസ് വൺ വരുമ്പോൾ ഒരു വൺ യൂണിറ്റ് വൈ ആക്സിൽ ഡൗൺവേർഡ് വരും, താഴത്ത് വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൺ. സോ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന്റെ ഗ്രാഫ് ഇതാണ്. സോ ഇതിന്റെ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ നമുക്ക് ടാൻജന്റ് ലൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം അറ്റ് പോയിന്റ് എക്സ് നോട്ട് ഈക്വൽ ടു മൈനസ് വൺ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് അവർ പോയിന്റ്, എക്സ് നോട്ടിന്റെ വാല്യൂ മൈനസ് വൺ ആണ്. സോ ദിസ് ഇസ് അവർ പോയിന്റ്. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ മെഷർ ചെയ്യാം. ദാറ്റ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. ഓക്കെ, ഒറിജിനിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ y ഇന്റർസെപ്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ വി ക്യാൻ റെപ്രസെന്റ് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, സ്ലോപ്പിന്റെ വാല്യൂ നമുക്ക് അറിയാം. എക്സിന്റെ വാല്യൂ മൈനസ് വൺ ആണെന്ന് അറിയാം, സിന്റെ വാല്യൂ 0 ആണെന്ന് അറിയാം. സോ y ഈക്വൽ ടു m into x, that is minus 2 into minus 1, that is positive 2 എന്ന് വരും, plus 0. So y value 2 എന്ന് വരും. Okay, so this point is minus 1 comma 2. Okay, അതായത് ഗ്രാഫില് മൈനസ് വൺ കോമ ടു എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ടാൻജന്റ് ലൈൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് നെഗറ്റീവ് 2 ആണ്. സോ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് 2ഉം അതുപോലെ തന്നെ ഇങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് 2 ആയിരിക്കും സ്ലോപ്പ് വരിക. ഓക്കെ, ഒരു സിമ്പിൾ മെഷർമെന്റ് ആണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഈ സ്ലോപ്പിൽ ഡൗട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, ദിസ് ഇസ് എ പോയിന്റ് മൈനസ് വൺ കോമ ടു ആൻഡ് ദിസ് ഇസ് എ പോയിന്റ് 0,0. എന്ത് ചെയ്യാം, y2 മൈനസ് സിമ്പിൾ സ്ലോപ്പിന്റെ ഇക്വേഷൻ y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1, that is 2 minus 0 divided by minus 1 comma 0, minus 1 minus 0, that is 2 divided by minus 1, that is minus 2. So slope in the equation. Okay, so slope equal to minus 2 എന്ന് വരും. So graph okay അല്ലേ. Next derivative. Okay, ഇത് കൊണ്ട് നോക്കാം. So next one is derivative. അതായത് ഡെറിവേറ്റീവിനും സെയിം ഇക്വേഷൻ ആണ്. സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ, അതായത് പ്ലസ് ടുവിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് വാട്ട് ഈസ് ഡെറിവേറ്റീവ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് x, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ്. ഇത് ഡെറിവേറ്റീവിന്റെ ഫോർമൽ ഡെഫിനിഷൻ ആണ് ഇത്. ദാറ്റ് ഈസ് ഡെൽറ്റ y ബൈ ഡെൽറ്റ x ഈക്വൽ ടു ലിമിറ്റ്, ഇവിടെ വാല്യൂ ഇവിടെ ജസ്റ്റ് ഇതുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ x ടെൻഡ്സ് ടു 0 f of x naught plus delta x minus f of x naught divided by delta x എന്ന് വരും. So this is the formal definition of derivative. ഇത് ഉപയോഗിച്ച് എല്ലാ സെമ്മിലും ഓരോ ക്വസ്റ്റ്യൻസ് 5 മാർക്ക് അല്ലെങ്കിൽ 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഓക്കെ, ദിസ് ഇസ് ദ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ്. നേരത്തെ പഠിച്ചത് തന്നെ. സോ ഒരു സിമ്പിൾ ചേഞ്ച് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡ്സ് ടു 0 ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. സപ്പോസ് ദാറ്റ് m is a constant f of x equal to mx plus 2 at x naught equal to 10, differentiate. ഓക്കെ, f of x ന്റെ വാല്യൂ mx plus 2 ആണ്, x naught ന്റെ വാല്യൂ 10 ആണ്. ഡിഫറൻഷിയേറ്റ്, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റിന്റെ റെപ്രസെന്റേഷൻ f ഡാഷ് ഓഫ് x naught ആണ്. f ഒരു ഡാഷ് ഓഫ് x naught, അതാണ് ഡിഫറൻഷിയേഷന്റെ ഇക്വേഷൻ. ദിസ് ഇസ് ദ ഫോർമൽ ഡെഫിനിഷൻ. ഫോർമൽ ഡെഫിനിഷനിൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിൽ എഫ് ഓഫ് എക്സ് എം എക്സ് പ്ലസ് 2 ആണ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്
എഫ് ഓഫ് 10 പ്ലസ് ഡെൽറ്റ എക്സ് വരും. അതായത് എക്സ് നോട്ടിന്റെ വാല്യൂ 10 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് എഫ് ഓഫ് 10 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 10 ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. നെക്സ്റ്റ് എഫ് ഓഫ് 10 പ്ലസ് ഡെൽറ്റ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് എം ഇൻറ്റു 10 പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് 2 എന്ന് വരും. മൈനസ് ഇതിന്റെ വാല്യൂ എം ഇൻറ്റു 10 പ്ലസ് 2 എന്ന് വരും. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഇവിടെയാണ്. ഈ ബ്രാക്കറ്റ് ഇവിടെയാണ്, അല്ലാതെ ഔട്ട്സൈഡ് അല്ല. ഓക്കെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് 10m പ്ലസ് എം ഡെൽറ്റ എക്സ് പ്ലസ് 2 മൈനസ് 10 ഇൻറ്റു എം 10m എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 10m. ഇനി ഓക്കെ, ഇവിടെ ഒരു ഹോൾ ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂ എന്ത് വരും? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എം എക്സ് പ്ലസ് 2 പകരം എന്ത് വരും? 10m പ്ലസ് 2 എന്ന് വരും. ഓക്കെ, ഇവിടെ 10m പ്ലസ് 2 എന്ന് വരും. ഇനി നെഗറ്റീവിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മൈനസ് 10m മൈനസ് 2 എന്ന് വരും. സോ പ്ലസ് 10m മൈനസ് 10m ക്യാൻസൽഡ് ഈച്ച് അതർ. പ്ലസ് 2 മൈനസ് 2 കട്ടായി പോയി. റിമൈനിങ് ആയിട്ട് എം ഇൻറ്റു ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ഇതിൽ ഡെൽറ്റ എക്സ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കട്ട് ചെയ്ത് പോയി. റിമൈനിങ് എം എന്ന് വരും. സോ അവർ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എം എന്ന് വരും. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. സോ ഇന്ന് ഒന്നുമില്ല, 4 ഇക്വേഷൻസ് പഠിച്ചു. ഒന്ന് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, 2 ആവറേജ് വെലോസിറ്റി, 3 സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ലൈൻ, 4 ഡെറിവേറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ലിമിറ്റ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു.